ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു മാങ്ങയുടെ സീസൺ ആണല്ലോ. അപ്പം വളരെ പെട്ടെന്ന് ഒരു മാംഗോ ജാം നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. ഹോം മെയ്ഡ് മാംഗോ ജാം. നമുക്ക് മാംഗോ ജാം തയ്യാറാക്കാം. അതിനായി ഞാൻ 2.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിൽ 2.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഇനം മാങ്ങ, ഞാൻ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള പഴുത്ത മാങ്ങ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ പഞ്ചസാരയുടെ ഡബിൾ അളവ് വെള്ളം ആവശ്യമുണ്ട്. പഞ്ചസാര എടുത്ത കപ്പിൻ്റെ ഡബിൾ അളവ് വെള്ളം. ഞാനിപ്പം 5 കപ്പ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് പഞ്ചസാരക്ക് കണക്കായിട്ട്. പിന്നെ മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാര് കുറവുള്ള മാങ്ങ ആയിരിക്കും ജാമിന് നല്ലത്. പിന്നെ ഞാൻ ഈ ഒരു കറുവപ്പട്ടയും കൂടി എടുക്കുന്നുണ്ട്, ഒരു കഷ്ണം കറുവപ്പട്ട. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിൽ ഞാൻ കുറച്ച് മാങ്ങ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 5 കപ്പ് വെള്ളം എടുക്കുക. നല്ല അടികട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 2.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ബോയിൽ ചെയ്യണം. സ്റ്റൗ ഓണാക്കി നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കാം. ഈ ഒരു കഷ്ണം കറുവപ്പട്ട ചേർക്കാം. നന്നായിട്ട് ബോയിൽ ചെയ്ത് വരണം. നൂൽപ്പരിവൊന്നും ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് നമ്മളിന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിലൊന്ന് പറ്റിപ്പിടിക്കുന്ന ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് മാംഗോ ചേർത്ത് കൊടുക്കാം. മാങ്ങ അധികം വരുന്ന സമയത്ത് നമുക്കത് ഇങ്ങനെ ജാമാക്കി സൂക്ഷിച്ചാൽ കുറേ കാലം അത് കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും. കുട്ടികൾക്ക് നമുക്കിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജാമിനെക്കാട്ടും നമ്മൾ തന്നെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ജാമായിരിക്കും നല്ലത്. നന്നായിട്ട് ബോയിൽ ആവുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഇതിൻ്റെ കയ്യിൽ ചെറിയ രീതിയിലൊന്ന് പറ്റി തുടക്കുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ മാംഗോൻ്റെ പ്യൂരി ചേർത്ത് കൊടുക്കുകയാണ്. മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി നന്നായിട്ടൊന്ന് നല്ലതായിട്ട് കുറുക്കിയിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് വരെ ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്യണം. മാങ്ങേൻ്റെ പ്യൂരി എടുക്കുന്ന സമയത്ത് കുറച്ചായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഞാനിതിലുള്ള കറുവപ്പട്ട എടുത്ത് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് കുറുകണം. മാങ്ങ നമ്മളിപ്പം വീട്ടിലൊക്കെ ആണെങ്കിലും മാങ്ങ പെട്ടെന്ന് ഒന്നിച്ചൊക്കെ പഴുത്തു പോകും. അപ്പം നമുക്ക് മാങ്ങേനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ എന്താ പറയേണ്ടത് സൂക്ഷിച്ച് വെക്കാം. ഇപ്പോൾ ജാമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി അധികം ആക്കിയിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്പൂണായാലും ശരി എല്ലാം വെള്ളം ഇല്ലാണ്ട് എടുക്കണം. നമ്മളിപ്പോൾ ഇത് ഒരു ബോട്ടിലേക്ക് ലാസ്റ്റ് മാറ്റി വെക്കുമ്പോൾ ആ ബോട്ടിലായാലും തീരെ വെള്ളം ഇല്ലാണ്ട് നന്നായിട്ട് ഉണക്കിയ ഒരു ബോട്ടിൽ വേണം സൂക്ഷിക്കാൻ. പിന്നെ ചെറിയ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മളിപ്പം അത് ഒരു ചെറിയ ബോട്ടിൽ തീർന്നാൽ അല്ലേ മറ്റൊന്നും എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം അതങ്ങനെ ഫംഗസും പൂപ്പലൊന്നും വരാണ്ട് നിൽക്കും. ഇപ്പം നന്നായിട്ട് കുറുകുന്നുണ്ട്. പിന്നെ അടി നമ്മളിപ്പോൾ ഇനി ഇളക്കുന്ന സമയത്ത് അടി കാണുന്ന ഒരു സ്റ്റേജ് എത്തണം. പാത്രത്തിൻ്റെ അടി കാണണം. അങ്ങനെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തളയൊക്കെ നന്നായിട്ട് വലിപ്പമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഒരുപാട് കാലം നിൽക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചെറിയ ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്. പിന്നെ പൂപ്പൽ വരാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പം പാത്രത്തിൻ്റെ അടി ഏകദേശം കണ്ടു തുടങ്ങുന്നുണ്ട്. നമ്മൾ ഇളക്കുന്ന സമയത്ത് പാത്രത്തിൻ്റെ അടി കാണുന്ന ഒരു സ്റ്റേജ്. അപ്പം അത് ആ സമയത്ത് നന്നായിട്ടൊന്ന് വിട്ട് വരുന്നുണ്ട് പാത്രത്തിൽ നിന്ന്. നമുക്കിനൊന്ന് തീ ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കാം.
ഞാനിപ്പോൾ 3 മാങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി അളവിൽ പഞ്ചസാരയും വെള്ളവും മാങ്ങയും എടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിക്ക് ആ ചൂടിൽ കിടന്നിട്ട് ഇതിന് അടിയിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചൂടാറിയതിന് ശേഷം ഒരു സ്റ്റോറേജ് ബോട്ടിലിൽ സൂക്ഷിക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.